നമ്മൾ ഇനി ബയോസ്റ്റാറ്റിസ്റ്റിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീഡിയൻ ആണ് കേട്ടോ. ഒരു സീരീസ് ഓഫ് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മീഡിയൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിലും ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിലും മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് മീഡിയൻ ഈസ് ഈക്വൽ ടു n+1/2th ടേം എന്നാണ്. n+1/2th ടേം കേട്ടോ. പിന്നെ അത് വെച്ചിട്ട് നമുക്കൊരു ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ ചെയ്ത് നോക്കാം. ഒരു ഡിസ്ക്രീറ്റ് സീരീസ് ചെയ്താൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ഔട്ട് മീഡിയൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ 2, 9, 4, 6, 3 മതി. അപ്പോൾ ഇങ്ങനൊരു ഡാറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഒരു അറേ ആയിട്ട് എഴുതണം ഇല്ലേ? നമുക്ക് ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ ഇതുപോലെ ഒരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടത് അതിനെ ഒരു അറേ ആയിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ നമുക്ക് എങ്ങനെ അറേയാക്കാം? അസെൻഡിങ് ഓർഡറിലാക്കാം. ഓക്കെ, 2, 3, 4, 6, 9 ഇതാണ് നമ്മുടെ അറേ. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക. n+1/2th ടേം ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിൽ n എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? n ഇസ് ദ നമ്പർ ഓഫ് വേരിയബിൾസ്. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 5ആണ്. അപ്പോൾ 5+1/2th ടേം എങ്ങനെ കിട്ടും? 5+1 എത്രയാ? 6. 6/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ടേം എന്ന് കിട്ടും അല്ലേ? തേർഡ് ടേം. അപ്പോൾ നമ്മളുടെ ഇതിനകത്ത് മനസ്സിലായോ അതെന്താന്ന്? 5+1 എത്രയാ? 6. 6/2 എത്രയാ? 3. അപ്പോൾ തേർഡ് ടേം ആകും എന്ത്? നമ്മുടെ മീഡിയൻ. നമ്മുടെ അറേയിൽ തേർഡ് ടേം ഏതാണെന്ന് ചെക്ക് ചെയ്യുക. 1, 2, 3, 4 ആണ്. അപ്പോൾ നമ്മളുടെ മീഡിയൻ എത്രയാണ് ആൻസർ വരിക? 4. ഇനി ഇൻ കേസേ നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ഡാറ്റ ഒരു നമ്പർ കൂടെ ഉള്ളതെന്ന് വിചാരിക്കുക. അതായത് ഒരു 1 കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അറേ അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും? അറിയാകുമ്പോൾ എങ്ങനെ വരും അത്? അറിയാകുമ്പം 1, 2, 3, 4, 6, 9. ഇനി നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണ് n+1/2th ടേം അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. 2th ടേം എന്ന് പറയുമ്പോൾ n എത്ര ഇവിടെ? 1, 2, 3, 4, 5, 6 6 വരുന്നുണ്ടല്ലേ? അപ്പോൾ 6+1/2th ടേം എന്നാവുമേ. എന്ന് പറയുമ്പം 7/2th ടേം, അതായത് 3.5th ടേം എന്നാ വരിക. നമുക്ക് അങ്ങനെ ഒരു ടേം എടുക്കാൻ പറ്റുമോ ഇതിനകത്ത്? 3.5th ടേം എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3.5 എന്ന് പറയുന്നത് 3യുടെയും 4ൻ്റെയും ഇടയ്ക്കുള്ള നമ്പറാണ്. അപ്പോൾ തേർഡ് ടേമും എടുക്കുക, ഫോർത്ത് ടേമും എടുക്കുക, അതിൻ്റെ ആവറേജ് എടുക്കുക. ഓക്കെ, അപ്പോൾ 3+4/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7/2 = 3.5. ഇതാണ് നമ്മുടെ മീഡിയൻ. മനസ്സിലായോ? ഇപ്പോൾ നമുക്ക് കിട്ടിയത് കറക്റ്റായിട്ട് ഈവൻ നമ്പർ തന്നെയാണ് ആൻസർ വരുന്നത്, അല്ലെങ്കിൽ ഹോൾ നമ്പർ തന്നെയാണ് ആൻസർ വരുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അതിനകത്ത് നിന്ന് ഇവിടെ നിന്ന് ആ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഇതുപോലെ ഒരു പോയിൻ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു നമ്പറാണ് നമുക്ക് ഇടയ്ക്ക് കിട്ടുന്നതെങ്കിൽ ആ പോയിൻറ്റിൻ്റെ മുൻപിലും പുറകിലും ഉള്ള 2 വേരിയബിൾസ് കണ്ടുപിടിക്കുക, അതിൻ്റെ ആവറേജ് എടുക്കുക. അങ്ങനെയാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക. എന്തിലാണത്? ഇൻഡിവിജ്വൽ സീരീസിൽ. നമുക്കിനി ഡിസ്ക്രീറ്റ് സീരീസിലേക്ക് പോവാം. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരു ഡാറ്റ തരുമ്പോൾ അതിൻ്റെ ടാബുലർ കോളം കൂടെ അതിൻ്റെ സൈഡിലുണ്ടാകും അല്ലേ? അതല്ലേ ഡിസ്ക്രീറ്റ് സീരീസ്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. എക്സ് വാല്യൂസ് 80, 100, 150, 180, 200, 250. ഇതാണ് നമ്മുടെ ഡാറ്റ. ഇനി ഇതിൻ്റെ എഫ് വാല്യൂസ് ഫ്രീക്വൻസി കൂടെ തരുമ്പോഴല്ലേ അത് ഡിസ്ക്രീറ്റ് സീരീസ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എഫ് വാല്യൂസ് എഴുതാൻ പോവാണ്. 16, 24, 26,
30, 26. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനെ. എക്സും തന്നിട്ടുണ്ട്, എഫും തന്നിട്ടുണ്ട്. അത് രണ്ടും ഉണ്ടെങ്കിലാണ് എന്താവുന്നത്? ഡിസ്ക്രീറ്റ് സീരീസ് ആവുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ഇവിടെ n+1/2th ടേമിനകത്ത് n എന്ന് പറയുന്നത് സിഗ്മ സി എഫ് ആണ്. നോർമലി ബാക്കിയുള്ളതിനകത്തൊക്കെ നമ്മൾ നമ്പർ ഓഫ് ഐറ്റംസ് ഫ്രീക്വൻസി മാത്രമേ നോക്കുകയുള്ളൂ. ഇവിടെ സിഗ്മ സി എഫ് ആണ് എന്തായിട്ട് വരുന്നത്? n ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കാണാം? ആദ്യത്തത് 16 തന്നെയായിരിക്കും, രണ്ടാമത്തത് 16 + 24 ദാറ്റ് ഈസ് ഈക്വൽ ടു 40. ഇനി 40 + 26 എന്ന് പറയുമ്പോൾ 66. 66 + 30 എന്ന് പറയുമ്പോൾ 96. 96 + 20 എന്ന് പറയുമ്പോൾ 116 + 6 എന്ന് പറയുന്നത് 122. ഓക്കെ, അപ്പോൾ നമ്മളുടെ n എന്ന് പറയുന്നത് ഇവിടെ 122 ആണ് കേട്ടോ. 122 ഫൈനലി ഈ വാല്യൂ ആണ് 122. എല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് 122. അതാണ് നമ്മുടെ n. ഇനി നമ്മൾ n+1/2th ചെയ്യണമെങ്കിൽ 122 + 1/2th ടേം എന്നെടുക്കണം. 122 + 1 എന്ന് പറഞ്ഞാൽ 123/2th ടേം. 123/2 എത്രയാ? 61.5 എന്ന് അങ്ങനെ എന്തോ ആണ് ഒരു വാല്യൂ കിട്ടുക അല്ലേ? 61.5. ഇപ്പോൾ 61.5 എന്ന് പറയുന്ന വാല്യൂ ഈ ഒരു സീരീസിൽ ഏത് റേഞ്ചിലാണ് കിടക്കുന്നത് നോക്കുക. 16-ലില്ല, 40-ലുമില്ല, 66-ൻ്റെ അകത്താണ് കിടക്കുക അല്ലേ? അപ്പോൾ അതിൻ്റെ നേരെയുള്ള വാല്യൂ എക്സ് വാല്യൂ, അതായത് 150 ആണ് ഇവിടെ നമ്മുടെ മീഡിയനായിട്ട് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മീഡിയൻ ആരുടെയൊക്കെ? ഇൻഡിവിജ്വൽ സീരീസിൻ്റെ, ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ. രണ്ടിൻ്റെ ഇക്വേഷൻ സെയിം ആണ്. എന്ത് തന്നെയാണ്? n+1/2th ടേം എന്ന് തന്നെയാണ്, 2th ഒബ്സർവേഷൻ തന്നെയാണ്. ഇനി ഇൻഡിവിജ്വൽ സീരീസിൻ്റെ മീഡിയൻ ആണെങ്കിൽ വെറുതെ കുറച്ച് നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. അതിൻ്റെ നമ്പറാണ് n+1/2th ചെയ്യുക. ചില സമയത്ത് നമുക്ക് ഡെസിമൽസ് ഇട്ട് വരുവാണെങ്കിൽ ഡെസിമൽ, ഇപ്പോൾ 3.5 എന്ന് പറയുന്ന ഡെസിമലാണ് നമുക്ക് അങ്ങനെ n+1/2th ചെയ്ത് വരുമ്പോൾ കിട്ടുന്നതെങ്കിൽ 3ഉം 4ഉം വാല്യൂസ് ആഡ് ചെയ്ത് അതിൻ്റെ ആവറേജ് എടുക്കുക. /2 ചെയ്യുന്നതാണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുക. ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് മോഡിലേക്ക് പോകാം. മോഡ് ജസ്റ്റ് ഇൻസ്പെക്ഷൻ വഴിയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. ഇൻസ്പെക്ഷൻ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന നമ്പറിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സാധാരണ സീരീസ്, ഇൻഡിവിജ്വൽ സീരീസ് ഇങ്ങനെ കിട്ടുകയാണ്. 2, 3, 4, 2, 1, 4, 2, 5 ഇങ്ങനൊരു ഡാറ്റ കിട്ടി. ഇതിൽ ജസ്റ്റ് നമ്മളൊരു അറേ ആയിട്ട് അറേഞ്ച് ചെയ്യുക. അറേ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്തു എന്ന് വിചാരിച്ചാൽ അത് കളയരുത്. അപ്പോൾ 1 എടുത്തു, 2 ഒരെണ്ണം എടുത്തു, അടുത്ത 2 എടുത്തു, വീണ്ടും 2 എടുത്തു, ഇനി 3 എടുത്തു, 4 എടുത്തു, ഒരു 4 കൂടെ ഉണ്ട്, 5. ഇതാണ് നമ്മുടെ അറേ. ഇനി നമ്മൾ നോക്കുക, ഈ സീരീസിൽ ഏത് നമ്പറാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്? 2 ആണ്. അപ്പോൾ നമ്മുടെ മോഡ് എത്രയാണ്? 2. ഇങ്ങനെയാണ് ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഡിസ്ക്രീറ്റ് സീരീസ് നോക്കാം. ഒരു സെക്കൻഡ്. ഡിസ്ക്രീറ്റ് സീരീസ് എങ്ങനെയായിരിക്കും ഇരിക്കുക? നമ്മൾ നേരത്തെ തന്ന പോലെ ടാബ്ലർ കോളം കാണും, എക്സും കാണും, എഫ് വാല്യൂസും കാണും, ഫ്രീക്വൻസി കാണും. ഇത് 2 ഒരു 4 പ്രാവശ്യം, 5 ഒരു 6 പ്രാവശ്യം, 7 ഒരു 3 പ്രാവശ്യം, 8 ഒരു 2 ടൈംസ്. ഇങ്ങനെ നോക്കുമ്പോഴും നമ്മൾ നോക്കുക മാക്സിമം ഫ്രീക്വൻസി, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതാണല്ലോ ഫ്രീക്വൻസി ഹൈ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും വലിയ ഫ്രീക്വൻസി എത്രയാണ്? 6 ആണ്. അപ്പോൾ 6ൻ്റെ നേരെയുള്ള ആളാണ് എന്ത്? നമ്മുടെ ആൻസർ മോഡ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് മീഡിയനും മോഡും കാൽക്കുലേറ്റ് ചെയ്യുക.